ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2014 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ പോയിന്റ് P is 6 cm from the center of the circle. PA and PB are the tangents from P. Find the radius of the circle and the lengths of the tangents. ചിത്രത്തിൽ പി എന്ന ബിന്ദു വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയാണ്. പിയിൽ നിന്നുമുള്ള തൊടുവരകളാണ് പി എ, പി ബി എന്നിവ. വൃത്തത്തിന്റെ ആരവും തൊടുവരകളുടെ നീളവും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം, പോയിന്റ് പി ഈസ് 6 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. പി എന്ന ബിന്ദു വൃത്തകേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെയാണ്. വൃത്തകേന്ദ്രം അഥവാ സെന്റർ ഓഫ് ദ സർക്കിൾ ഏതാണ്? ഈ ഒ എന്ന പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒ എന്ന പോയിന്റിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി പി എയും പി ബിയും ടാൻജൻസ് ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ സർക്കിളിന്റെ റേഡിയസ്. ഈ സർക്കിളിന്റെ റേഡിയസ് ഏതാണ്? ഒ എ അല്ലെങ്കിൽ ഒ ബി. ഇവയാണ് ഈ സർക്കിളിന്റെ റേഡിയസ്. ഇനി ലെങ്ത് ഓഫ് ദ ടാൻജൻസ്, അതായത് പി എയുടെയും പി ബിയുടെയും നീളവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ നമ്മൾ ഒയിൽ നിന്ന് പിയിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ, ടോട്ടൽ ആംഗിൾ 120 ആണെങ്കിൽ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതിലെ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് ആണിത്. ആ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് അഥവാ ഒരു തൊടുവര പോയി കഴിഞ്ഞാൽ ആ ടാൻജന്റും റേഡിയസും അഥവാ തൊടുവരയും ആരവും തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ പി എ എന്നതൊരു ടാൻജന്റും ഒ എ എന്നതൊരു റേഡിയസുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിലെ 90 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എന്ത് വരും? 180ൽ നിന്ന് 90 പോയാൽ 90 തന്നെ. അതിൽ നിന്നും 60 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 30 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം എന്താണ്? ഇതിലെ ഒരു ആംഗിൾ അഥവാ ഒരു കോൺ എന്നത് 90 ഡിഗ്രിയാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അഥവാ ത്രികോണമിതി എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിന്റെ 3 ആംഗിൾസ്, ഒന്ന് 90 ഡിഗ്രി, ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 30 ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ, അതായത് 30:60:90 എന്ന രൂപത്തിലാണ് അതിന്റെ 3 ആംഗിൾസ് എങ്കിൽ അതിന്റെ സൈഡുകൾ എങ്ങനെയായിരിക്കും? 1:3:2 എന്നാണ്. ഇത് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപയോഗിച്ചാണ് ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്നാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഗുണിച്ചതാണ്. അതായത് 1 × √3 ആണ്. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ? 30 ഡിഗ്രി ഓപ്പോസിറ്റിന്റെ ഇരട്ടി, അതായത് 1ന്റെ ഇരട്ടി എത്രയാ? 2. ഇതാണ് നമ്മൾ അവിടെ പഠിക്കുന്ന കാര്യം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എ ഒ പി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ്. നമ്മൾ അത് മാത്രം ഒന്ന് എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇത് പി എന്ന പോയിന്റ് ആണ്, ഇത് ഒ, ഇത് എ. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സൈഡ് ഏതാണ്? ഒ പിയുടെ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 6 സെന്റിമീറ്റർ. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ 30 ഡിഗ്രി എത്രയായിരിക്കും? 6 സെന്റിമീറ്ററിന്റെ പകുതി, അതായത് 3 സെന്റിമീറ്റർ. ഇനി നമുക്കറിയാം 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഗുണിക്കുന്നതാണ്. അപ്പൊ എന്ത് വരും? 3 × √3. ഉത്തരം 3√3. അപ്പൊ നമുക്ക് ഈ തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഒ എ എന്ന ലൈനിന്റെ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. എ പിയുടെ ലെങ്തോ? 3√3 സെന്റിമീറ്റർ ആണ്. അതായത് ഒ എ എന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. Therefore,
റേഡിയസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇനി അടുത്തതായി ലെങ്ത് ഓഫ് ടാൻജന്റ്, അതായത് പി എയുടെ നീളം. എത്രയാണ്? 3√3 സെന്റിമീറ്റർ. നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. ആ തൊടുവരകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ മൂന്നാമത് പറയുന്ന പോയിന്റ് അതാണ്, പി എ ഈക്വൽ ടു പി ബി. അപ്പോൾ ഇവിടെ പി എ 3√3 സെന്റിമീറ്റർ ആണെങ്കിൽ പി ബിയും എത്ര തന്നെയാണ്? 3√3 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻസർക്കിൾ. മെഷർ ആൻഡ് റൈറ്റ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്ത ആരം അളന്നെഴുതുക. ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ നീളത്തിൽ വരയ്ക്കണം. അതിനുശേഷം അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഇൻ സർക്കിൾ വരയ്ക്കണം. അതായത് ഇവിടെ നമ്മുടെ നാലാമത്തെ പോയിന്റ് ആയി ഈ ഒരു ഫിഗർ പോലെ ഇരിക്കും. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഉള്ളിലായി ഒരു സർക്കിൾ. ഇതിന്റെ നീളം എന്തൊക്കെയാണ്? 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇത് മെഷർ ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ചോദ്യം. അതിനായിട്ട് ആദ്യം തന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഒരു 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം ഒരു കോമ്പസ് ഉപയോഗിച്ച് അതിൽ 5 സെന്റിമീറ്റർ അളന്ന ശേഷം ഈ പോയിന്റിൽ കോമ്പസ് കുത്തി പെൻസിൽ കൊണ്ട് ഇവിടെ ഒരു മാർക്ക്, അതുപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടെ കോമ്പസ് കുത്തി ഇവിടെയും ഒരു മാർക്ക് ചെയ്യണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും 5 സെന്റിമീറ്റർ നീളമാണ്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിക്കുക. ഇത് 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ. അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കാം. അതിനായി വീണ്ടും നമുക്ക് കോമ്പസ് ആവശ്യമുണ്ട്. ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം പെൻസിൽ കൊണ്ട് ഒരു നിശ്ചിത അളവിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റിൽ വെച്ചും വീണ്ടും അതേ അളവിൽ ആർക്ക് വരയ്ക്കാം. അതിനുശേഷം ഈ പോയിന്റിൽ വെച്ച് വീണ്ടും ഇങ്ങനെയും ഇങ്ങനെയും ഒരു ആർക്ക് വരച്ചു. അതേ സെയിം പോലെ തന്നെ ഈ പോയിന്റിൽ വെച്ച് ഇങ്ങനെയും ഇങ്ങനെയും ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ഈ പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലൂടെയും, അതുപോലെ തന്നെ ഈ പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലൂടെയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന്റെ സെന്റർ കിട്ടും. അപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് ഈ പോയിന്റും അതുപോലെ തന്നെ ഈ പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് 2 ലൈൻസ് വരയ്ക്കണം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തത്തിന്റെ സെന്റർ പോയിന്റ് കിട്ടി. ഇതാണ് അന്തർവൃത്തത്തിന്റെ സെന്റർ പോയിന്റ്. അതിനുശേഷം ഈ ഒരളവ് റേഡിയസ് ആക്കി നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് ഇത് സെന്ററും ഇത് റേഡിയസും ആക്കി ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം അളന്നെഴുതണം. ഇവിടെ നമ്മളോട് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അതായത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളോട് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് ഈ സെന്ററിൽ നിന്നും ഇതുവരെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 1.5 സെന്റിമീറ്റർ എന്ന അളവ് കിട്ടും. അതായത് ഈ സർക്കിളിന്റെ അഥവാ ഈ ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ്? 1.5 സെന്റിമീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2015 SSLC എക്സാമിനേഷനിലെ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്